എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പത്രങ്ങളിലും ടി വികളിലും നമ്മൾ ദിവസം കേൾക്കുന്നുണ്ടല്ലേ, കൊറോണ പോസിറ്റീവ് കേസ് റിപ്പോർട്ടുകൾ ദിവസവും 1000-ന് മുകളിലേക്ക് ആയിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഏറ്റവും ശ്രദ്ധാലുക്കളായി ഏറ്റവും നല്ല സുരക്ഷിതരായി ഇരിക്കുക എന്നതാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടു അല്ലേ എന്താണ് ഇന്നത്തെ സെമിനാർ ടോപ്പിക് എന്ന്. യെസ്, കോമേഴ്സ് ക്ലബ്. വാട്ട് ഈസ് മീൻ ബൈ കോമേഴ്സ് ക്ലബ്? വാട്ട് ആർ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് കോമേഴ്സ് ക്ലബ്? ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് കോമേഴ്സ് ക്ലബ് എന്താണെന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നും പിന്നെ അതിൻ്റെ സ്ട്രക്ചർ, ഘടന എങ്ങനെയാണെന്നുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്ലബ്ബ് ഉണ്ട് അല്ലേ, ഇഷ്ടംപോലെ ക്ലബ്ബ് ഉണ്ടാവും. ആർട്സ് ക്ലബ്, സ്പോർട്സ് ക്ലബ്, ഇത് രണ്ടും കൂടി ചേർന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. പിന്നെ സ്കൂളിലേക്ക് വരികയാണെങ്കിലോ അവിടെ ഇഷ്ടംപോലെ ക്ലബ്ബ് ഉണ്ടല്ലേ. ഏതാണ്? സയൻസ് ക്ലബ്ബ് ഉണ്ടാവാം, മാത്സ് ക്ലബ്ബ് ഉണ്ടാവാം, സോഷ്യൽ ക്ലബ്ബ്, നേച്ചർ ക്ലബ്ബ്, അങ്ങനെ ഇഷ്ടംപോലെ ക്ലബ്ബുകൾ ഉണ്ടാവാം. അപ്പോൾ എന്താണ് ഈ ക്ലബ്ബ് എന്നതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? എ ക്ലബ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് gathered to initiate, conduct and carry some specific organized work or for accomplishing some long-term goals. അതായത് ഈ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ? gathered to initiate, conduct, അതായത് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഇനീഷ്യേറ്റ് ചെയ്യാനോ കണ്ടക്ട് ചെയ്യാനോ, ഏതെങ്കിലും ഒരു പരിപാടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് തുടങ്ങാനോ നടത്താനോ, അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ചില ഗോളുകൾ, ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനോ ഉള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്കൂളിലേക്ക് വരികയാണെങ്കിൽ മാത്സ് ക്ലബ്ബ് ഉണ്ടല്ലേ. എന്താണ് മാത്സ് ക്ലബ്ബുകാരുടെ ലക്ഷ്യങ്ങൾ? മാത്സുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുടെ, അതായത് മഹാന്മാരുടെ, അല്ലെങ്കിൽ മാത്സ് എന്ന ആ ഒരു ശാഖയ്ക്ക് നൽകിയ സംഭാവന, വലിയ വലിയ സംഭാവനകൾ നൽകിയ ആളുകളുടെ ജന്മദിനം ആഘോഷിക്കുക, അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തി തരിക, ഇങ്ങനെയുള്ള നിരവധിയായ ലക്ഷ്യങ്ങളുള്ള ഒരു ക്ലബ്ബാണ് മാത്സ് ക്ലബ്ബ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ കോമേഴ്സ് ക്ലബ്ബിലേക്ക് തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞു സ്കൂളുകളിൽ ഒരുപാട് ക്ലബ്ബുണ്ട്. മാത്സ് ക്ലബ്ബുണ്ട്, സയൻസ് ക്ലബ്ബുണ്ട്, നേച്ചർ ക്ലബ്ബുണ്ട്. എന്താണ് ഈ ക്ലബ്ബുകളുടെയൊക്കെ ഒരു പ്രത്യേകത? മാത്സ് ക്ലബ്ബിൽ അംഗങ്ങളായിരിക്കുന്നത് ആരാണ്? യെസ്, വെരി ഗുഡ്, മാത്സിലെ കുട്ടികളാണ് അല്ലേ. അതെ, മാത്സ് ക്ലബിൻ്റെ അംഗങ്ങളായിരിക്കുന്നത് മാത്സിലെ കുട്ടികളാണ്. അല്ലാതെ സോഷ്യലിലെ കുട്ടികൾക്ക് പോയിട്ട് ഇപ്പോൾ മാത്സ് ക്ലബിൽ അംഗമാകാൻ പറ്റില്ല. അതുപോലെ സയൻസ് ക്ലബ്ബ്. ഇനി നേച്ചർ ക്ലബ്ബ്, പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടായ്മയാണ് നേച്ചർ ക്ലബ്ബ്. അതുപോലെ നമ്മുടെ കോമേഴ്സ് ക്ലബിൻ്റെ കാര്യം എടുത്താലും എന്തായിരിക്കും കോമേഴ്സ് ക്ലബിലെ അംഗങ്ങളുടെ പ്രത്യേകത? യെസ്, വെരി ഗുഡ്, കോമേഴ്സ് ക്ലബിലെ അംഗങ്ങളുടെ പ്രത്യേകത എന്താണ്? അവരെല്ലാം കോമേഴ്സുകാരായിരിക്കും. അതായത് കൊമേഴ്സ് പഠിക്കുന്ന ഒരു കൂട്ടം കുട്ടികളുടെ, അല്ലെങ്കിൽ കൊമേഴ്സ് ക്ലാസ്സിലെ കുട്ടികളുടെ എല്ലാം ഒരു കൂട്ടായ്മയെ നമുക്ക് കോമേഴ്സ് ക്ലബ്ബ് എന്ന് വിളിക്കാം അല്ലേ. യെസ്, കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളുടെ, അതിപ്പോൾ +1 ആകാം +2 ആകാം, ഈ രണ്ട് ക്ലാസ്സിലെ കുട്ടികളുടെ, കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് നമുക്ക് കോമേഴ്സ് ക്ലബ്ബ് എന്ന് ചുരുക്കത്തിൽ പറയും. കൊമേഴ്സിലെ കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ്. ആരാണ് ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത്? യെസ്, എക്സാക്ട്ലി, നമ്മളൊരു ടീച്ചറാണ് അല്ലേ. ഈ കൊമേഴ്സ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്, അല്ലെങ്കിൽ കൊമേഴ്സ് പഠിപ്പിക്കുന്ന മാഷാണ് ഈ ഒരു കോമേഴ്സ് ക്ലബ്ബ് എന്ന ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. ആരുടെ? നമ്മുടെ കൊമേഴ്സ് പഠിപ്പിക്കുന്ന നമ്മുടെ മാഷിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും ഈ കോമേഴ്സ് ക്ലബിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും നമ്മുടെ കൊമേഴ്സ് പഠിപ്പിക്കുന്ന മാഷിൻ്റെ കയ്യിലാണ്. അദ്ദേഹമാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കോമേഴ്സ് ക്ലബ്ബ് എന്നതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. എന്താണ് കോമേഴ്സ് ക്ലബ്ബ്? കോമേഴ്സ് ക്ലബ്ബ് ക്യാൻ ബി ഓർഗനൈസ്ഡ് ബൈ ദ ടീച്ചർ ഓഫ് ദ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ സ്കൂൾ ബൈ ഗാദറിങ് ഓൾ ദ സ്റ്റുഡൻസ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ മീനിങ് നമ്മൾ ശ്രദ്ധിച്ചു. അതായത് കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ കുട്ടികളെയും കൂട്ടി, അല്ലെങ്കിൽ എല്ലാ കുട്ടികളെയും സംയോജിപ്പിച്ച് കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചർ ഒരുക്കുന്ന ഒരു കൂട്ടായ്മയാണ് കോമേഴ്സ് ക്ലബ്ബ് എന്നറിയപ്പെടുന്നത്. അതായത് കോമേഴ്സ് ടീച്ചറുടെ നേതൃത്വത്തിൽ എല്ലാ കുട്ടികളും, കോമേഴ്സ് ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ആ ഒരു കൂട്ടായ്മയാണ് നമ്മൾ കോമേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മീനിങ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതായത് ഒന്നും കൂടി പറയാം, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചർ
കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും മുതിർന്ന ടീച്ചർ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ കുട്ടികളെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ആ ഒരു കൂട്ടായ്മയാണ് നമ്മൾ കൊമേഴ്സ് ക്ലബ്ബ് എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പോൾ മീനിങ് എല്ലാവർക്കും മനസ്സിലായല്ലേ? എന്താണ് കൊമേഴ്സ് ക്ലബ്ബ് എന്ന ആ ഒരു മീനിങ്ങിലേക്ക് എല്ലാവരും എത്തിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി കൊമേഴ്സ് ക്ലബിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതായത് കൊമേഴ്സ് ക്ലബിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ലക്ഷ്യമായി പറയുന്നത് ടു എക്സ്പോസ് ദ സ്റ്റുഡൻസ് ടു മീറ്റ് ദ പ്രാക്ടിക്കൽ ചാലഞ്ചസ് ഇൻ ദ കറന്റ് ബിസിനസ് സെനാരിയോ. അതായത് കറന്റ് ബിസിനസ് സെനാരിയോയിൽ ഒരുപാട് പ്രാക്ടിക്കൽ ചാലഞ്ചസ് നമ്മുടെ കുട്ടികൾ നേരിടുന്നുണ്ട്. എന്താണത്? ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ ഭയപ്പെടുക, അതായത് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ചോദ്യങ്ങളെ ഭയപ്പെടുക. ഇത്തരത്തിൽ ഒരു വലിയ വെല്ലുവിളി നമ്മുടെ കുട്ടികൾ നേരിടുന്നുണ്ട്. ആ ഒരു വെല്ലുവിളി മറികടക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കൊമേഴ്സ് ക്ലബിന് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണത്? ഡെമോ ആയി ഇൻ്റർവ്യൂ നടത്തി ഇത്തരത്തിൽ കുട്ടികളെ ബോധവൽക്കരിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ കുട്ടികളെ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രാപ്തരാക്കുക എന്നുള്ളത് കൊമേഴ്സ് ക്ലബിലൂടെ നമുക്ക് സാധിക്കും. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ദിനം പ്രതി നമുക്ക് നഷ്ടമാകുന്നുണ്ട് അല്ലേ? നമ്മൾ അറിയാതെ തന്നെ നഷ്ടമാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുട്ടികളിൽ എത്തിക്കുക എന്നുള്ളതും നമ്മുടെ ഈ കൊമേഴ്സ് ക്ലബിലൂടെ സാധിക്കും. അതുപോലെ ഈ ഒരു വഴിയിലൂടെ നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ചാലഞ്ചസ്, അതായത് കറണ്ട് ബിസിനസ് സെനാരിയോയിലെ ഇത്തരം പ്രാക്ടിക്കൽ ചാലഞ്ചസ് മറികടക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് കൊമേഴ്സ് ക്ലബിലൂടെ സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമായി പറയുന്നത്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഒബ്ജക്റ്റീവ്സിലേക്ക് പോകാം. സെക്കൻഡ് ഒബ്ജക്റ്റീവ്സ് ഇതാണ്: ടു ലെറ്റ് ദ സ്റ്റുഡൻസ് ടു ഇന്ററാക്ട് വിത്ത് എക്സ്പേർട്സ് ഓഫ് ബിസിനസ് ഇൻഡസ്ട്രി. അതായത് ഒരു മേഖലയിലോ ഒരു പെർട്ടിക്കുലർ സെക്ടറിലോ ഒരുപാട് ആഴത്തിലുള്ള അറിവുള്ളവരെയാണ് നമ്മൾ എക്സ്പേർട്ട് എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന് ആ ഒരു മേഖലയിൽ ഒരുപാട് നോളജ്, അറിവ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള ആളുകളുമായി ചർച്ചയ്ക്ക്, അല്ലെങ്കിൽ തുറന്ന സംവാദത്തിന്, അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കുക, അല്ലെങ്കിൽ അതിനൊരു അവസരം ഒരുക്കുക എന്നുള്ളത് നമ്മുടെ കൊമേഴ്സ് ക്ലബിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകൾ കുട്ടികളിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾക്കോ ഇൻ്റർവ്യൂവിനോ സംവാദത്തിനോ വഴിവെക്കുക, അല്ലെങ്കിൽ സ്റ്റേജ് ഒരുക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവസരം ഒരുക്കുക എന്നുള്ളത് നമ്മുടെ കൊമേഴ്സ് ക്ലബിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യമാണ്. ഓക്കെ, അപ്പോൾ രണ്ട് ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞല്ലേ? ഇനി മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ടു എൻകറേജ് ദ സ്റ്റുഡൻറ് ടു ബിക്കം വേരിയസ് സ്കൂൾ ഈവൻറ്റ്സ് മാനേജേഴ്സ്. അതായത് നമ്മുടെ സ്കൂളിൽ ഒരുപാട് ഈവൻറ്റ്സ് ഉണ്ടാവും. ഏതൊക്കെയാണ്? ആനുവൽ ഡേ ഉണ്ടാവാം, ഫ്രഷേഴ്സ് ഡേ ഉണ്ടാവാം, സെൻഡ് ഓഫ് ഉണ്ടാവാം, സ്പോർട്സ്, ആർട്സ്, ഇനി ഫീസ് കളക്ഷൻ, ടൂർ, ഇത്തരത്തിൽ ഒരുപാട് ഈവൻറ്റ്സ് നമ്മുടെ സ്കൂളിൽ ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഈവൻറ്റ്സിൻ്റെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതും നമ്മുടെ കൊമേഴ്സ് ക്ലബിൻ്റെ ഒരു ലക്ഷ്യമാണ്. ഉദാഹരണത്തിന് ഫീസ് കളക്ഷൻ, ഫണ്ട് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് ഒരുപാട് അറിവുകളുള്ള, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി റെക്കോർഡ് ചെയ്യാൻ അറിയാവുന്ന കുട്ടികളാണ് നമ്മുടെ കൊമേഴ്സ് കുട്ടികൾ. അപ്പോൾ ഫീസ് കളക്ഷന് വേണ്ടി അവരെ പ്രാപ്തരാക്കുക, അല്ലെങ്കിൽ ഫീസ് കളക്ട് ചെയ്യാൻ വേണ്ടി അവരെ ഏൽപ്പിക്കുക എന്നുള്ളതും നമ്മുടെ കൊമേഴ്സ് ക്ലബിൻ്റെ ഒരു ലക്ഷ്യമാണ്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ടൂർ കണ്ടക്ട്. നമ്മൾ ടൂർ പോകാറുണ്ടല്ലേ? അപ്പോൾ ടൂർ പോകുമ്പോൾ ആ ടൂർ പോകുന്നതിൻ്റെ ഫണ്ട് മാനേജ്മെൻറ്റ്, ടൂറിന് പോകുന്ന മൊത്തം ഫണ്ടിൻ്റെ മാനേജ്മെൻറ്റ് നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ അതിന് പ്രാപ്തരാക്കുക എന്നുള്ളതും നമ്മുടെ ഈ ഒരു കൊമേഴ്സ് ക്ലബിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അടുത്ത ഒരു ഒബ്ജക്റ്റീവാണ് ടു ബിൽഡ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് പ്രോ ആക്റ്റീവ് അപ്രോച്ച്. അതായത് കുട്ടികൾ പലരും സംസാരിക്കാൻ പേടിയുള്ളവരുണ്ടാവും അല്ലേ? നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പലർക്കും സ്റ്റേജ് ഫിയറൻസ് മാറാത്തവരുണ്ടാവും, അല്ലെങ്കിൽ മൈക്ക് കാണുമ്പോൾ ചിലപ്പോൾ ബോധം കെട്ടുപോകുന്നവർ വരെ ഉണ്ടാവും. ഇത്തരത്തിലുള്ള കുട്ടികളെ അതിനു വേണ്ടി പ്രാപ്തരാക്കുക, അതായത് ഓഡിയൻസിനെ ഫേസ് ചെയ്തുകൊണ്ട് 2 വാക്ക് സംസാരിക്കുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവരെ അതിന് പ്രാപ്തരാക്കുക എന്നുള്ളതും നമ്മുടെ കൊമേഴ്സ് ക്ലബിൻ്റെ ലക്ഷ്യമാണ്. കൊമേഴ്സ് ക്ലബിൽ ആരും സംസാരിക്കാനാവാതെ, അല്ലെങ്കിൽ ഓഡിയൻസിനെ ഫേസ് ചെയ്ത് സംസാരിക്കാനാവാത്ത ഒരാൾ പോലും പാടില്ല എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമാണ്. അത്തരത്തിൽ ആർക്കെങ്കിലും പേടിയുണ്ടെങ്കിൽ ആ കുട്ടികളെ പ്രത്യേകം കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഇത്തരത്തിൽ അവസരം ഒരുക്കുക, അതായത് ഓഡിയൻസിനെ കണ്ട് സംസാരിക്കാനുള്ള, അവരെ ഫേസ് ചെയ്ത് സംസാരിക്കാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതും അതിലൂടെ അവരുടെ സെൽഫ് കോൺഫിഡൻസ്, ആറ്റിറ്റ്യൂഡ് ഡെവലപ്മെൻറ്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അവർക്ക് നേടിയെടുക്കാൻ സഹായിക്കുക എന്നുള്ളതും നമ്മുടെ ഈ കൊമേഴ്സ് ക്ലബിൻ്റെ ഒരു ലക്ഷ്യമാണ്. നമുക്കൊരു ബാങ്ക് ഉണ്ടല്ലേ? എന്താണ് ബാങ്കിൻ്റെ പേര്?
യെസ്, ഇൻഡെക്സ് ബാങ്ക്. ആ ഇൻഡെക്സ് ബാങ്കിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ മോട്ടീവ്സ് അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? കുട്ടികളിൽ നിന്നും ചെറിയ ചെറിയ ഫണ്ടുകൾ ഡെപ്പോസിറ്റായി സ്വീകരിച്ച് അവർക്ക് തന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്ന സമയത്ത് അവർക്ക് ലോണായി നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഇൻഡെക്സ് ബാങ്കിന്റെ ഒരു ലക്ഷ്യം. ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ നമുക്ക് കൊമേഴ്സ് ക്ലബിന്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആയി വരുന്നുണ്ട്. അതായത് ആ ഒബ്ജക്റ്റീവ്സ് ഇങ്ങനെയാണ്: ടു ഇൻക്രീസ് ദ ഫിനാൻഷ്യൽ ലിറ്ററസി എമംഗ് സ്റ്റുഡൻസ്. അതായത് ഫിനാൻഷ്യൽ ലിറ്ററസിയെ കുട്ടികളിൽ ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതും നമ്മുടെ കൊമേഴ്സ് ക്ലബിന്റെ ഒരു ലക്ഷ്യമാണ്. അത് സാധ്യമാകുന്നത് എങ്ങനെയാണ്? ത്രൂ മാനേജ്മെന്റ് ഓഫ് ടൈം ആൻഡ് മണി. ഇതിലൂടെയാണ് കുട്ടികൾക്കിടയിലുള്ള ഫിനാൻഷ്യൽ ലിറ്ററസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കൊമേഴ്സ് ക്ലബിന് സാധിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഇതുപോലുള്ള ഇൻഡെക്സ് ബാങ്ക് എന്ന സംരംഭം പോലെയുള്ള ബാങ്കുകളിലൂടെ കുട്ടികൾക്ക് ഫണ്ട് മാനേജ്മെന്റ്, അതായത് മണി മാനേജ്മെന്റ് കൃത്യമായി അറിയാൻ പറ്റും. ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ലോൺ നൽകുക, അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ വിഡ്രോ ചെയ്യുന്ന സമയത്തുള്ള കാൽക്കുലേഷൻസ് തുടങ്ങിയ കാര്യങ്ങളിലൂടെ മണി മാനേജ്മെന്റ് എന്താണെന്നും ഫിനാൻഷ്യൽ ലിറ്ററസി എന്താണെന്നും കുട്ടികൾ കൂടുതലായി അറിയും. അതിലൂടെ ഫിനാൻഷ്യൽ ലിറ്ററസി എമംഗ് സ്റ്റുഡൻസ് ക്യാൻ ബി ഇൻക്രീസ്ഡ്. ഇപ്പോൾ ഓൺലൈനിൽ സാധനം വാങ്ങുന്നവരാണല്ലേ. സുപരിചിതമായ ഓൺലൈൻ വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ്? ഫ്ലിപ്കാർട്ട്, ആമസോൺ, ആലിബാബ, സ്നാപ്ഡീൽ, അജിയോ, മിന്ത്ര. ഇതൊക്കെയാണ് നമുക്ക് സുപരിചിതമായത്. ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ ഉണ്ടാവും, എങ്കിലും എനിക്ക് പരിചയമുള്ളത് ഇത്രയൊക്കെയാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇതിലൊക്കെ നമ്മൾ അങ്ങോട്ട് പണം കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഇങ്ങോട്ട് വല്ലതും കിട്ടുന്നുണ്ടോ? ഉദാഹരണത്തിന് ഫ്ലിപ്കാർട്ടിൽ ഒരു പ്രത്യേകതയുണ്ട്. ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും അതിന് നമുക്ക് 25 രൂപ പെർ 1 കോയിൻ, അതായത് 25 രൂപയുടെ ഒരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് 1 കോയിൻ ഇങ്ങോട്ട് കിട്ടുന്നു. ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് സൂപ്പർ കോയിൻസ് അതിൽ നേടാൻ കഴിയും. ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഇപ്പോൾ 500 സൂപ്പർ കോയിൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഞാൻ ട്രാൻസാക്ഷൻ നടത്തി എനിക്ക് ഏകദേശം 500 സൂപ്പർ കോയിൻ ഉണ്ട്. എൻ്റെ അക്കൗണ്ടിൽ 500 സൂപ്പർ കോയിൻ ഉണ്ട്. അങ്ങനെയെങ്കിൽ 499 രൂപ വിലയുള്ള ഒരു ഇയർഫോൺ എനിക്ക് കേവലം 1 രൂപയ്ക്ക് നേടാൻ സാധിക്കും. അതെങ്ങനെയെന്നല്ലേ, 1 രൂപയും 499 സൂപ്പർ കോയിനും ഉണ്ടെങ്കിൽ എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നും ഇയർഫോൺ വാങ്ങാൻ കഴിയും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുന്ന എത്ര കുട്ടികളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? പലർക്കും ഇത് അറിയില്ല അല്ലേ. പലർക്കും ഈ സൂപ്പർ കോയിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് വെറുതെ അവിടെ കിടക്കും, അല്ലെങ്കിൽ അത് ടൈം ഔട്ട് അല്ലെങ്കിൽ എക്സ്പയറി ആയി പോവുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഓൺലൈൻ സൈറ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ ഇ കോമേഴ്സ് സൈറ്റുകളെ കുറിച്ചുള്ള അറിവ് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഈ കോമേഴ്സ് ക്ലബിന്റെ ഒരു ലക്ഷ്യങ്ങളാണ്. അതായത് ടു ഡെവലപ്പ് നോളജ് ഓഫ് ഇ കോമേഴ്സ് ആൻഡ് ഏർണിംഗ് മണി ത്രൂ ഇന്റർനെറ്റ് ഈസ് വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഓഫ് കൊമേഴ്സ് ക്ലബ്. അതായത് കുട്ടികളെ ഇ കോമേഴ്സിനെ കുറിച്ചുള്ള അറിവ് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ വികസിപ്പിക്കുക എന്നുള്ളതും ഏർണിംഗ് മണി ത്രൂ ഇന്റർനെറ്റിലൂടെ പണം സമ്പാദിക്കുക എന്നുള്ളതും അതിനെക്കുറിച്ച് അറിവുള്ളവരാക്കുക എന്നുള്ളതും നമ്മുടെ ഈ കൊമേഴ്സ് ക്ലബിന്റെ ഒരു ലക്ഷ്യമാണ്. അടുത്ത ഒരു ഒബ്ജക്റ്റീവാണ് ടു ജനറേറ്റ് ആൻഡ് ഡിസ്കസ് ന്യൂ ബിസിനസ് ഐഡിയാസ് ആൻഡ് ബിസിനസ് പ്ലാൻ. അതായത് പുതിയ ബിസിനസ് ഐഡിയാസോ പുതിയ ബിസിനസ് പ്ലാൻസോ ഉണ്ടെങ്കിൽ ഈ കൊമേഴ്സ് ക്ലബിലൂടെ ഡിസ്കസ് ചെയ്യുക, അതിനെക്കുറിച്ച് കൂടുതലായി ചർച്ച ചെയ്യുക എന്നുള്ളതും പുതിയ ബിസിനസ് ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ ഈ കൊമേഴ്സ് ക്ലബിന്റെ ഒരു ലക്ഷ്യമാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഉപ്പിലിട്ട്, എല്ലാവർക്കും അറിയാലേ ഉപ്പിലിട്ടത് എന്താണെന്ന്. അത് നമ്മുടെ ഒരു ചെറിയ ബിസിനസ് സംരംഭമാണ്. അതായത് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നെല്ലിക്ക ഉച്ചയ്ക്കുള്ള ലഞ്ച് ബ്രേക്കിന് ശേഷമുള്ള ടൈമിൽ കുട്ടികൾക്ക് നെല്ലിക്കയും ഉപ്പിലിട്ട സാധനങ്ങളും നൽകാൻ വേണ്ടിയുള്ള ലക്ഷ്യത്തോടെ നമ്മൾ ആരംഭിച്ച ഒരു ബിസിനസ് സംരംഭമാണ് ഉപ്പിലിട്ടത്. ഇത്തരത്തിലുള്ള ബിസിനസ് സംരംഭങ്ങളെ കുറിച്ചുള്ള ഐഡിയാസ്, ബിസിനസ് പ്ലാൻസ് തുടങ്ങിയ കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ പ്ലാനിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു വേദി ഒരുക്കുക എന്നുള്ളതും നമ്മുടെ ഈ കൊമേഴ്സ് ക്ലബിന്റെ ഒരു ലക്ഷ്യമായി കാണുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബിസിനസ് ഐഡിയാസും ബിസിനസ് പ്ലാൻസും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഒരു വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഈ കൊമേഴ്സ് ക്ലബിന്റെ ഒരു ലക്ഷ്യമാണ്. The final objective is to make students prospective entrepreneurs who is not a job seeker but a job creator. അതായത് നമ്മുടെ കൂട്ടത്തിൽ ബിസിനസ് മൈൻഡുള്ള, അതായത് ബിസിനസ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഭാവിയിൽ ബിസിനസ്മാൻ ആവണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് കുട്ടികളുണ്ടോ? ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ട
ഗൈഡൻസും കാര്യങ്ങളും കൊടുക്കുക എന്നുള്ളതും നമ്മുടെ ഈ കൊമേഴ്സ് ക്ലബിൻ്റെ ഒരു ലക്ഷ്യമാണ്. അതായത് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ചിലർക്ക് ഭാവിയിൽ വളർന്നു വന്ന് ഒരു ബിസിനസ് മാൻ ആവാനായിരിക്കും താല്പര്യം. അത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ട ഗൈഡൻസും കാര്യങ്ങളും നൽകുക എന്നുള്ളതും നമ്മുടെ ഈ കൊമേഴ്സ് ക്ലബിൻ്റെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ നമ്മളിന്ന് 8 ഒബ്ജക്റ്റീവ്സ് പഠിച്ചു. ഏതൊക്കെയാണത്? ടു എക്സ്പോസ് ദ സ്റ്റുഡൻറ് ടു മീറ്റ് ദ പ്രാക്ടിക്കൽ ചാലഞ്ചസ് ഇൻ ദ കറന്റ് ബിസിനസ് സെനാരിയോ, to let the students interact with the business experts of industry, to encourage students to become various school events managers, to build self-confidence and proactive approach, to increase financial literacy among students, to develop the knowledge of e-commerce for earning money through the internet, to generate and discuss new business ideas and business plan, to make students prospective entrepreneurs who is not a job seeker but a job creator. അങ്ങനെ നമ്മൾ 8 ഒബ്ജക്റ്റീവ്സ് കണ്ടു അല്ലേ? ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് കൊമേഴ്സ് ക്ലബ്, അതായത് ഈ കൊമേഴ്സ് ക്ലബിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഇതിന്റെ ഘടന എന്താണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട 4 പോസ്റ്റാണ് നമ്മുടെ ഈ കൊമേഴ്സ് ക്ലബിനുള്ളത്. ഒന്നാമത് പാട്രൺ, രണ്ടാമത് സ്പോൺസർ, മൂന്നാമത് മെമ്പേഴ്സ്, നാലാമത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആരാണ് പാട്രൺ? മുഖ്യ രക്ഷാധികാരി. ആരായിരിക്കും അത്? കൊമേഴ്സ് ക്ലബ് മസ്റ്റ് ഹാവ് ദ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് ദെയർ പാട്രൺ. അതായത് കൊമേഴ്സ് ക്ലബിലെ പാട്രൺ എന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കണം. ആരായിരിക്കും അത്? യെസ്, എക്സാക്ട്ലി, പ്രിൻസിപ്പൽ ആയിരിക്കും നമ്മുടെ പാട്രൺ എന്നറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരായിരിക്കും? അദ്ദേഹമാണ് നമ്മുടെ പാട്രൺ എന്ന പേരിൽ, അല്ലെങ്കിൽ പാട്രൺ എന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ആൾ. ഇനി നമുക്ക് സ്പോൺസർ ആരാണെന്ന് നോക്കാം. വൺ ഓഫ് ദ സീനിയർ കൊമേഴ്സ് ടീച്ചർ ക്യാൻ ബി ദ സ്പോൺസർ ഓഫ് കൊമേഴ്സ് ക്ലബ്. അതായത് കൊമേഴ്സ് ക്ലബിലെ അല്ലെങ്കിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ടീച്ചറാണ് കൊമേഴ്സ് ക്ലബിന്റെ സ്പോൺസർ എന്നറിയപ്പെടുന്നത്. അതായത് സ്പോൺസർ എന്ന സ്ഥാനത്തിരിക്കുന്നത് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ടീച്ചറാണ്. ഓക്കെ, ഇനി നമുക്ക് മെമ്പേഴ്സ് ആരാണെന്ന് നോക്കാം. അതായത് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ കൊമേഴ്സ് ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കൊമേഴ്സ് ക്ലബിലെ അംഗങ്ങളാണ്. എല്ലാ കുട്ടികളും കൊമേഴ്സ് ക്ലബിലെ അംഗങ്ങളാണ് അല്ലേ? കൊമേഴ്സ് പഠിക്കുന്ന കൊമേഴ്സിലെ എല്ലാ കുട്ടികളും നമ്മുടെ കൊമേഴ്സ് ക്ലബിന്റെ ഭാഗമായത് കൊണ്ട് തന്നെ അവരെല്ലാവരും നമ്മുടെ കൊമേഴ്സ് ക്ലബിലെ അംഗങ്ങളാണ്. ഇനി അവസാനമായി വരുന്നതാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് ചെയർമാൻ, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ട്രഷറർ, 1 or 2 representatives ഫ്രം ഈച്ച് ക്ലാസ്. ഇവരൊക്കെ ചേർന്നതാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇതിൽ ചെയർമാനെയും സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും അതിലുള്ള എല്ലാവരെയും ഇലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഈ മെമ്പേഴ്സ് ചേർന്നുകൊണ്ടാണ്. അതായത് കുട്ടികളെല്ലാവരും, കൊമേഴ്സ് കുട്ടികളെല്ലാവരും മെമ്പർ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നും ചെയർമാനെയും സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ട്രഷറർ, റെപ്രസെൻറ്റേറ്റീവ്സ് മുതലായ ആളുകളെല്ലാം തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ മെമ്പേഴ്സാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പിൽ പാട്രൺ, അതിൻ്റെ താഴെ സ്പോൺസർ, അതിൽ താഴെ മെമ്പേഴ്സ്, അതിൽ താഴെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ ചെയർമാൻ, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ട്രഷറർ, 1 or 2 representatives ഫ്രം ഈച്ച് ക്ലാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് കൊമേഴ്സ് ക്ലബ്, അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കി. എന്തൊക്കെയാണ് കൊമേഴ്സ് ക്ലബിൻ്റെ ലക്ഷ്യങ്ങളെന്ന് നോക്കി. പിന്നെ കൊമേഴ്സ് ക്ലബിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കി അല്ലേ? അപ്പോൾ മീനിങ് എന്താണെന്ന് നോക്കി, ഒബ്ജക്റ്റീവ്സ് നോക്കി, സ്ട്രക്ചർ നോക്കി. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.